മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മാതാപിതാക്കളും കുട്ടികളും അവരുടെ മാനസിക ആരോഗ്യവും എന്ന വിഷയമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സിസ്റ്ററെ, നമുക്കറിയാം കുട്ടിക്കാലം, പഴയ കുട്ടിക്കാലവും പുതിയ കുട്ടിക്കാലവും അത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് കൂടുതൽ ചർച്ചാവേദികൾ കുട്ടിക്കാലത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പഴയ കുട്ടിക്കാലവും പുതിയ കുട്ടിക്കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് പറയാം? നമുക്കിപ്പോൾ ഒരു ഇന്ന കുട്ടിക്കാലം, അതായത് പണ്ടത്തെ ഒരു കുട്ടിക്കാലമായിരുന്നു നല്ലത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കുട്ടിക്കാലമാണ് നല്ലത് എന്ന് നമുക്ക് വേർതിരിച്ച് പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തുഷാര സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ വിഷയങ്ങൾ സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോംസ് കൂടുതലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ പ്ലാറ്റ്ഫോംസ് കൂടി എന്ന് ചോദിച്ചാൽ മേ ബി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാരൻറ്റിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കുട്ടികളുടെ മാതാപിതാക്കളുടെയും ആ ഒരു ജീവിത അനുഭവങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മാറ്റം ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചത് കൊണ്ടായിരിക്കുമോ സമൂഹം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പഴയ കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും നമുക്കില്ലാതെ വന്നിട്ടുണ്ട്. പറയുന്ന അണുകുടുംബത്തിലേക്ക് കടന്നു. ഇപ്പം അണുകുടുംബം തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പണ്ടത്തെ കാലഘട്ടങ്ങളിലും ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ലിമിറ്റേഷൻസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇന്നത്തെ ലിമിറ്റേഷൻസ് വേറൊരാളുടെ അല്ലെ വിദഗ്ധരുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോം ചർച്ചകളുടെ ഒരു സേവനം കൂടി ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പൊ മാമിനാണെങ്കിൽ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു വൈസ് പ്രിൻസിപ്പൽ ആയിട്ട് ഒരു സ്കൂളിൽ സേവനം ചെയ്യുമ്പോൾ കുട്ടികളോടൊപ്പമാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാമിനും വിവരിക്കാൻ പറ്റില്ലേ? ഡിഫറൻസ് എന്നുള്ള രീതിയിൽ എനിക്കും സിസ്റ്റർ പറയുന്നത് പോലെ ഇല്ല. കാരണം കാലത്തിനനുസരിച്ച് നമ്മുടെ സമൂഹം മാറുകയാണ്. സമൂഹത്തിൽ യൂസ് ചെയ്യപ്പെടുന്ന ഇന്നോവേഷൻസ്, അതായത് ഇൻവെൻഷൻസ് അല്ല. ഇപ്പൊ ആദ്യമായി TV കണ്ടുപിടിച്ചു, ബൾബ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെൻഷനാണ്. പക്ഷെ അതിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഇൻവെൻഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് ജീവിതത്തിന്റെ ഗതി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ, ചില പേരൻസ് വന്നിട്ട് പറയും, അയ്യോ മൊബൈൽ അഡിക്ഷൻ ആണ്, ഈ മൊബൈൽ വന്നേ പിന്നെ ഒന്നിനുമില്ല. പക്ഷെ മുൻപിലുള്ള തലമുറ നോക്കിയാൽ TV ആയിരുന്നു അന്ന്. ടിവിയുടെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നു. അപ്പോൾ അത് അഡിക്ഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ ഗ്രാൻഡ് പേരൻസ് ചിലവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയും, മിസ്സേ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ പേരക്കുട്ടികൾ എന്താ ഇങ്ങനെയെന്ന്. എൻ്റെ മക്കളെ വളർത്താൻ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലേ. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, അവരുടെ പണികൾ ചെയ്യും. പക്ഷെ തലമുറ മാറുന്നതും അതിൽ മാറ്റങ്ങൾ വരുന്നതും നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്താൽ ഈ ചോദ്യത്തിൽ എനിക്ക് പ്രസക്തി തോന്നുന്നില്ല. കാരണം ഓരോ മാറ്റങ്ങൾ ആഡ് ചെയ്യപ്പെടുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതചര്യ മാറ്റണം, അതിനനുസരിച്ച് എക്വിപ്ഡ് ആവണം. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ സംസാരിച്ചതുപോലെ ആ ഒരു അഡീഷനാണ്. അതായത് നമ്മൾ എക്വിപ്ഡ് ആവണം, അവെയർ ആവണം. അത് ഗ്രാൻഡ് പേരൻസ് ആയാലും ശരി, പേരൻസ് ആയാലും ശരി. അപ്പോൾ അങ്ങനൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. എന്നോട് സംസാരിക്കുന്നവരോടും ഞാൻ ഇതാണ് പറയുന്നത്, കാലത്തിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മാറുന്നു. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക, കുട്ടികളെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റൂ. എനിക്ക് തോന്നുക മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. ഇപ്പം കുറച്ച് ഒരു 17-18 വയസ്സാകുമ്പോഴൊക്കെ കുട്ടികൾ കുറച്ചും കൂടെ ഫ്രീഡം നേടാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതിയാണ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ ശരിക്കത് കുഴപ്പമല്ല. മക്കൾ വളരുന്ന ആ കാലഘട്ടത്തിലേക്ക് മാതാപിതാക്കൾ കുറച്ചുകൂടെ വളരാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ അത് തമ്മിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. സിസ്റ്റർ പറഞ്ഞു വന്നത് ശരിയാണ്. കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറേ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഈ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാനായിട്ട് കാരണം മാതാപിതാക്കൾ വളർന്നൊരു കുട്ടിക്കാലത്തെ ഒരു കുട്ടിക്കാലമുണ്ടായിരുന്നു. അവരുടെ ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കുവാണെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഏതെങ്കിലും മാവേട്ട് എറിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ട് നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ അത് ശ്രദ്ധിക്കും. അവർ ചോദിക്കും, എന്താ മോളെന്താ താമസിച്ചു പോയ, എന്താ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഞാൻ വൈകി വരുമ്പോഴത്തേക്ക് എന്താ താമസിച്ചു പോയ, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ എന്താ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ
ആ വീട്ടിലെ കുട്ടിയല്ലേ. അപ്പോൾ ഒരു സമൂഹം ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടും നിലപാടും എനിക്ക് എല്ലായിടത്തും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട് എന്നൊരു ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ സമൂഹം ശ്രദ്ധിച്ച് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു സാഹചര്യം മാറിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഇപ്പം നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം അല്ലെങ്കിൽ മറ്റു പല കുറ്റകൃത്യങ്ങളിലൊക്കെ കുട്ടികളെ പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് സെഷനിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കും, മോൻ അവിടെ നിന്ന് അത് ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ടില്ലേ? അവർ കണ്ടായിരുന്നു, ആ ചേട്ടന്മാരൊന്നും പറഞ്ഞില്ല. കാരണം അതിനകത്ത് പല സാഹചര്യങ്ങളും സംഗതികളുമുണ്ട്. കാരണം നിയമപരമായ വ്യവസ്ഥിതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമൂഹം കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മുന്നോട്ട് വരാത്ത ഒരു സന്ദർഭം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലവും ഇന്നത്തെ കുട്ടിക്കാലവും തമ്മിൽ അതിനെ വേർതിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടാനായിട്ട് സമൂഹത്തിൻ്റെ കൈകളിലേക്കും അല്ലെങ്കിൽ മറ്റു ആത്മീയ ഗുരുക്കളുടെ ആയിരിക്കാം, ടീച്ചേഴ്സിൻ്റെ ആയിരിക്കാം, ഒരു കൈകളിലേക്കും കൂടി കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ സിസ്റ്റർ ഈ സിസ്റ്റർ പറഞ്ഞായിരുന്നു ഈ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പം പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ ഈ ചെറുപ്പം മുതൽ അവരുടെ ഒരു യൗവന കാലം വരെ മാതാപിതാക്കൾ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നു, നീ അവിടെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ വീട്ടിൽ വരണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അവന് ഒരു 18 വയസ്സ് വരെ അവൻ്റെ വീട്ടിൽ ഫുൾ ഫ്രീഡായിരുന്നു. അവൻ എവിടെ പോവുകയാണെങ്കിലും എങ്ങോട്ട് പോയി എന്നൊന്നും ചോദിക്കില്ല, കുഴപ്പമില്ലാതെ അങ്ങനെ പോവാണ്. പക്ഷെ ഒരു 18 വയസ്സ് കഴിഞ്ഞ് അവൻ ഡിഗ്രി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആവുന്നു. അവനോട് എപ്പോൾ വരും, എപ്പോൾ പോവും, എങ്ങോട്ട് പോകും, അങ്ങനെ ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ അത് അവന് ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കി. അത് പിന്നീട് വീട്ടിൽ ഇവൻ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവനെന്തോ മാനസിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവൻ്റെ ക്യാരക്ടറിൽ എന്തോ ചേഞ്ച് വന്നു എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണുന്നു. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം അത് യഥാർത്ഥത്തിൽ കുട്ടിയുടെ ആണോ മാതാപിതാക്കളുടെ ആണോ? ഇത് എനിക്ക് രണ്ടു കൂട്ടരുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് പേടി ഇവന് വല്ലാത്ത കൂട്ടുകെട്ടുകളിലേക്ക് പെടുമോ. അപ്പോൾ കൂടുതലും ഈ ഒരു അഡോളസെൻ്റ് ഏജിലേക്കൊക്കെ, പ്രത്യേകിച്ച് ലേറ്റ് അഡോളസെൻസ് ഏജിലേക്കൊക്കെ വരുമ്പോൾ അവർ നമ്മുടെ സെഷനിൽ വരുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, സിസ്റ്റർ എന്നെ പറഞ്ഞാൽ എനിക്ക് അത്ര പ്രശ്നമില്ല, പക്ഷെ എൻ്റെ കൂട്ടുകാരെ പറയുന്നതാണ് എനിക്ക് പ്രശ്നം. അപ്പം മാതാപിതാക്കൾ പെട്ടെന്ന് പറയുന്നത്, ഇപ്പം ഇവന് ഞങ്ങളെയല്ല വേണ്ടത്, കൂട്ടുകാരെയാണ് വേണ്ടത്. അപ്പം കൂട്ടുകൂടി ചീത്തയാകുന്നു എന്നൊരു കൺസെപ്റ്റ് അവരുടെ നിലനിൽക്കുകയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ മാതാപിതാക്കളാണെങ്കിലും നീ ഇനി എവിടെയാണ് പോകുന്നതെന്ന് പറ, എന്താണ് ചെയ്യുന്നതെന്ന് പറ എന്നുള്ള രീതിയിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നു, അല്ലെ കുട്ടികൾ എന്തുകൊണ്ട് സ്വാതന്ത്ര്യം തേടുന്നു എന്നതിൻ്റെ ഒരു കാരണമാണ് ഇവർ രണ്ടു കൂട്ടരും ഇരുന്ന് സംസാരിക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം പുറത്തേക്ക് പോയി സംസാരിച്ചിരുന്നു, അങ്ങനെ ഞാൻ വേറൊരു കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അവിടെ ലഹരിയുടെ ഉപയോഗമോ അല്ലെങ്കിൽ മറ്റു മ്ലേച്ഛതരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ധാർമ്മിക ചുതിയിലേക്കോ ഞാൻ പോവുകയല്ല എന്നൊരു കാര്യം പ്രോമിസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കുട്ടിയുടെ കയ്യിലാണുള്ളത്. എങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റും, അത് വിശ്വസനീയമാണ് എന്നെടുക്കേണ്ടത് മാതാപിതാക്കളുമാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള കൊളാബറേഷനിൽ വരുന്നൊരു മാറ്റമുണ്ട്. ഈ ഒരു രക്ഷിതാവിനോട് പറഞ്ഞതാ, സിസ്റ്റർ ഇവൻ തെക്കോട്ട് പോകുന്നെന്ന് പറഞ്ഞ് പോകും, പക്ഷെ അവൻ തെക്കും പോയിട്ടുണ്ടാകില്ല, കിഴക്കും പോയിട്ടില്ല, വടക്കോട്ട് പോയി കാണും. അപ്പൊ ഇവനെയൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിച്ചാ വിടേണ്ടത്? അപ്പൊ ഈ ഒരു അഡോളസെൻസിന്റെ അല്ലെങ്കിൽ ലേറ്റ് അഡോളസെൻസിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റാത്ത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യങ്ങൾ വരും. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ഈ മാതാപിതാക്കളോട് ചേർന്ന് തന്നെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് കുടുംബത്തിലെ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ചിലപ്പോൾ അച്ഛനോ അമ്മയോ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഈ കുഞ്ഞിനെ സ്വാധീനിക്കാൻ കഴിവുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ആരാ ഉള്ളത്? നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതകാലത്ത്, നമ്മുടെയൊക്കെ കൊച്ചുനാളിൽ നമ്മുടെ അങ്കിൾമാര്, ആൻറ്റിമാര് അല്ലെങ്കിൽ അച്ചാച്ചന്മാരൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോ അച്ഛനോ നമ്മൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വില കൽപ്പിച്ചിരുന്നു അവർ പറയുമ്പോഴത്തേക്കും. അപ്പം അവരൊരു കറക്ഷൻ തന്നത് കറക്ഷനാണ്, നമ്മൾ അവരോട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അപ്പം ഇങ്ങനെയുള്ള വളർച്ചയുടെ കാലഘട്ടത്തിലെ കുടുംബ ബന്ധങ്ങൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ടും
പ്രയത്നിക്കേണ്ടിയിരിക്കുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയമാണ്. കാരണം പലപ്പോഴും കുട്ടികളോട് പറയും എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അപ്പന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. അപ്പൊ ഈ മനസ്സിലാക്കാൻ എന്ന് പറയുന്നത് ശരി ഇരിക്കാം, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ആ ഒരു എടുത്തുവെപ്പ്, ഒരു ചുവടുവെപ്പും കൂടെ പേരൻസിന്റെ ഭാഗത്തൊന്നും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമുക്കൊരു റെവലേഷൻ ഉണ്ട്. ഞാൻ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ സിസ്റ്റർ ഒരു കൗൺസിലിംഗ് മേഖലയിലാണെങ്കിലും ആത്മീയമായിട്ടും നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ഇപ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് അവന് പ്രാർത്ഥന കുറവാണ്, അല്ലെങ്കിൽ ഇവന് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ എന്തെങ്കിലും വന്ന ഏതെങ്കിലും ഒരു അനുഭവം ഓർക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ കുട്ടികൾക്ക് പ്രാർത്ഥന കുറവാണ്. അതായത് ടീനേജിലേക്ക് കടക്കുമ്പോഴത്തേനും കുട്ടികൾ തീരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. വന്നാൽ തന്നെ ഇരിക്കുന്നത് ശരിയല്ല. ഇനി ഇരുന്നാൽ തന്നെ ചിലപ്പോൾ മൊബൈലോ അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു ടീനേജിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രാർത്ഥനകൾ, അതുകൊണ്ട് മാതാപിതാക്കൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ വന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ടീനേജിലേക്ക് കടക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു സമയത്തെ മനസ്സിലാക്കലിന് അല്ലെങ്കിൽ ഒരു ആത്മീയതയെക്കുറിച്ച് അവന് തീർച്ചയായിട്ടും അറിവുണ്ടാകുകയില്ല. അപ്പം മാതാപിതാക്കൾ ഒരുപക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ ഒരു അറിവനുസരിച്ച് ഞാൻ പറയുകയാണ്, കുറച്ചുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അവരെ അത് ഭാവിയിൽ അവർ പതിയെ മനസ്സിലാക്കും. കാരണം മാതാപിതാക്കൾക്കുള്ള 2-3 കുട്ടികളെ പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കുട്ടിക്കില്ല, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ളൊരു ബാധ്യത മുഴുവൻ അവനില്ല. അവൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ കഴിവുള്ളവനാകും എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി തുടർന്ന് മാതാപിതാക്കൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ അവരുടെ ഒരു രീതി തുടർന്നാൽ കുട്ടി അത് നാളെ ആവർത്തിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അവർക്ക്. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. നമുക്കറിയാം കുട്ടികളെ ഈ സമ്മർദ്ദം ചെലുത്തുന്നത് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കാണെങ്കിലും പഠനത്തിനാണെങ്കിലും അവരെങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നതിനോട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾ കുട്ടികളോടായിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാൻ പറ്റും? സമ്മർദ്ദം ചെലുത്തുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുക ആദ്യം പേരൻസ് ചെയ്ത് കാണിക്കുക. രണ്ടാമത് അവർ 3-4 പ്രാവശ്യം ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മോസ്കിൽ പോകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ 4-5 പ്രാവശ്യം വരെ നമ്മൾ അവരെ വിളിക്കാതെ പോവുക. അതിനുശേഷം പതുക്കെ അവരെ തോണ്ടി വിളിക്കുക. വീണ്ടും അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ടുള്ള അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ നയിക്കുക. അല്ലാതെ പെട്ടെന്ന് നീ നാളെ എൻ്റെ കൂടെ പള്ളിയിൽ വരണം, അല്ലെങ്കിൽ മോസ്കിൽ വരണം, എന്തേ നിസ്കരിക്കാത്ത, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാത്ത, എന്തേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫാദറും മദറും ചെയ്യാത്തൊരു കാര്യം എന്നോട് ആവശ്യപ്പെടുമ്പം അവിടെ ഒരു ചെറിയ വൈമനസ്സ് എനിക്ക് ചെയ്യാനായിട്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അച്ഛൻ പള്ളിയിൽ പോവുക, അമ്മ പള്ളിയിൽ പോവുക, രാവിലെ വന്നിട്ട് വേണ്ടതായ ദിനകൃത്യങ്ങളിലൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു മോഡലായിട്ടുള്ളൊരു പേരൻ്റ് ആണെങ്കിൽ ഞാനും ഓൾറെഡി ചെയ്യും. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ 7 പെൺകുട്ടികളാണ്. പക്ഷേ ഞാൻ ഏറ്റവും ഇളയതാണ്. എൻ്റെ അടുത്ത് എൻ്റെ അപ്പച്ചൻ കൈ വിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുക എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എൻ്റെ അപ്പനെ ഏറ്റവും മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചിമാരാണെങ്കിലും ബാക്കിൽ മുട്ടുകുത്തി നിന്ന് ആ പ്രാർത്ഥന സാധാരണ എനിക്ക് തോന്നുക ഇതിനേക്കാൾ കൂടുതൽ കുറച്ചധികം ടൈം എടുത്തായിരുന്നു. അതായത് 1-1.5 മണിക്കൂർ. എൻ്റെ ആൻറ്റി ആണെങ്കിൽ സിസ്റ്ററാണ്. അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് ഫോൺ സംവിധാനങ്ങളില്ല സംസാരിക്കാനായിട്ട്. പക്ഷേ ലെറ്ററിലൂടെ ആൻറ്റി എഴുതുമ്പോൾ ഓരോ പേപ്പർ വയ്ക്കും, ഓരോ പ്രാർത്ഥനകൾ എഴുതി. അതൊക്കെ അപ്പച്ച ഞങ്ങളോട് ഇതൊക്കെ ചെല്ലണം, അമ്മായി പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിന് വിരസത കാണിക്കരുതെന്ന് പറഞ്ഞ് അത്രയും ടൈം നമ്മൾ എടുത്തായിരുന്നു ചെയ്തിരുന്നത്. അപ്പം എൻ്റെ അപ്പച്ചൻ എനിക്ക് മുൻപിൽ നിൽക്കുന്നുണ്ട്, അമ്മ മുൻപിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാണ് എനിക്ക് തോന്നുക എൻ്റെ അമ്മയിൽ നിന്ന് അപ്പച്ചനിൽ നിന്ന് അധികം അടി എനിക്ക് കൊണ്ടിട്ടില്ല. കാര്യം മുൻപിൽ നിന്ന് ചേച്ചിമാരെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർ ചെയ്തു തരുന്ന ഒരു മാതൃക നമുക്കുണ്ട്. അപ്പൊ ഇപ്പോഴാണ് പറയുമ്പോഴത്തേക്കുമാണ് ഞാനൊരു പെട്ടെന്നൊരു കേസ് ഓർത്തു പോവുകയാണ്. അതായത് അപ്പനും അമ്മയും കൂടി മാതാപിതാക്കൾ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്ന കുട്ടിയെ കൗമാര പ്രായക്കാരനാണ്. പുള്ളിക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവൻ പ്രാർത്ഥിക്കില്ല, ഇവന് സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ട്, പഠിക്കില്ല, അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു വലിയ ശൃംഖലയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കില്ല, പ്രാർത്ഥനയ്ക്ക് കൂടില്ല എന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞ കംപ്ലൈൻറ്റ്.
അപ്പോൾ ഉടനെ ഇവന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെല്ലാത്ത നൊവേനകളില്ല, പോകാത്ത പള്ളികളില്ല, പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല. ഉടനെ ആ കുട്ടി എന്നോട് ചോദിക്കുക, കണ്ടോ ഇവരിത്രോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ നന്നായില്ല, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ശരിക്കും കോണ്ടെക്സ്റ്റ് മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ഞാൻ ഇവനെ വിളിച്ച് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ദൈവത്തോട് ഒരു അടുപ്പമുണ്ടോ, അല്ലെങ്കിൽ ദൈവവിശ്വാസമുണ്ടോ, ദൈവം എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പുണ്ടോ? ശരിക്കും അവൻ്റെ ഉള്ളിലുണ്ടില്ല, അതുണ്ട്. അവൻ പറയുന്നത്, സിസ്റ്റർ ഞാൻ പഠിച്ചിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഇവര് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു പുച്ഛം പോലെ തോന്നും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ എന്നെ കളിയാക്കും. അപ്പൊ ഈ കളിയാക്കുന്നതൊക്കെ കേട്ടിട്ട് ഇത് മനസ്സിലിരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ചെല്ലാതിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളുടെ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അവർ ചിന്തിക്കുന്ന ചിന്ത എന്താണ്. അപ്പൊ റിയൽ ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്നാണോ അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം വരുന്നത്, അതോ അവർ പുറംപൂച്ചിന് പറഞ്ഞു വെക്കുന്നതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഞാൻ ഇവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഒരു ദൈവവിശ്വാസമില്ലാത്ത കുട്ടിയെന്നോ അല്ലെങ്കിൽ അതല്ല, ആ ഒരു സമയത്ത് അവൻ റിബല്യസ് ആയിട്ട് കാണിക്കുവാണ്. അവൻ്റെ ഒരു പ്രായം ഇതാണ്, എന്നെ ആരും വിളിക്കണ്ട, ഞാൻ അവിടെ വന്നിരിക്കുന്നത് എന്തോ പോലെയാണ്, ഞാൻ വരുന്നില്ല എന്നുള്ള രീതി. അതൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുണ്ടല്ലോ, അതിൻ്റെ അകത്ത് പലപ്പോഴും ഈ മാതാപിതാക്കൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റം പറയുന്ന, ഇപ്പോൾ ഈ കുട്ടിയെ പറയുന്നത് പോലെ ഇവരുടെ ഈ സ്വഭാവം. അപ്പോൾ ഈ കുട്ടി നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിസ്റ്റർ ഇവർ നേരം വെളുക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിക്കുന്ന കുട്ടികളും നമ്മുടെ അടുത്ത് ഈ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സിസ്റ്റർ, എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ ഉള്ളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും അവർക്കുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാതെ ഇവന്റെ സ്വഭാവം ശരിയല്ല എന്ന് മാതാപിതാക്കൾ മുദ്ര എപ്പോഴും ഓർക്കണം, ഒരു കാര്യം നമ്മൾ നന്മയായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ചെയ്യുമ്പോഴെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയം അങ്ങനെ ആ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ആ ഒരു പ്രത്യേക പ്രവൃത്തിയോ ചിന്തയോ നമ്മളിൽ നിന്ന് ഫെയ്ഡായി പോവുകയാണ്. ഇപ്പോൾ നമ്മളൊരു ബിഹേവിയർ തെറാപ്പിയിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസൈഡ് ആയിട്ടുള്ള, അതായത് നമ്മളിൽ നിന്ന് ഉണ്ടാകണമെന്ന് നമ്മളും മറ്റുള്ളവരും ആഗ്രഹിക്കുന്ന ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ആ പെരുമാറ്റത്തിന് ആനുപാതികമായിട്ടുള്ള പ്രോത്സാഹനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഡിസൈഡ് ബിഹേവിയർ അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ചെയ്യരുതാത്ത ഒരു ചെയ്തി വരുമ്പോൾ അതിന് വേണ്ടതായ തക്കതായ കറക്ഷനോ ശിക്ഷണമോ ലഭിച്ചില്ല എങ്കിലും ഈ നമുക്ക് ഒട്ടും അതായത് അനിഷ്ടകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണ്ട പ്രവർത്തനങ്ങൾക്ക്, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും സ്വീകാര്യതയും അക്സെപ്റ്റൻസും നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കണം. ഇനി തെറ്റ് തിരുത്തേണ്ട സമയങ്ങളിൽ അത് ഒരു മാസം കഴിയട്ടെ, ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ അവൻ്റെ പരീക്ഷയുടെ പേപ്പറും കൊണ്ട് വരട്ടെ എന്നിട്ട് പറയാം എന്നോർത്തിരിക്കരുത്. നമ്മൾ പറയണ ആ കറക്ഷൻ ടൈംലി കറക്ഷൻ ആയിരിക്കണം. ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാൽ നീ ഇന്നത് ചെയ്തതിനാണ് ഞാൻ ഇത് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ബോധം നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഉണ്ടാവണം. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്, ബാല്യം, കൗമാരം, അങ്ങനെ പോവാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഏറ്റവും ചെറുതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വയസ്സുള്ള കുട്ടികൾ, അത്രയും പ്രായത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? കൂടുതലായിട്ടും നമ്മുടെ ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഒരു 5 വയസ്സ് വരെയുള്ള പ്രായത്തിലെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കൂടുതലും ഡെവലപ്മെന്റ് ഡിലേകളൊക്കെ ആയിരിക്കും. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ട, ഇപ്പൊ സംസാരം ക്ലിയർ ആകുന്നില്ല, പിന്നെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ, അതായത് വളരെ സ്റ്റബേണായിട്ട് പിടിവാശി, ദേഷ്യം, കരച്ചില്, പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് മടി, പിന്നെ പിരിവിരിപ്പ്, അശ്രദ്ധ, ഇതൊക്കെയാണ് ഒരു 5 വയസ്സ് വരെയുള്ള പ്രായത്തിലെ കുട്ടികളെ കൂടുതലായിട്ടും കൊണ്ടുവരുമ്പോഴത്തേക്കും. സിസ്റ്റർ, ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡ് 4th വരുന്ന കുട്ടികൾ KGയിലും 1st സ്റ്റാൻഡേർഡിലൊക്കെ ആയിരുന്നപ്പോൾ അവർ റൂമിൽ തന്നെ, വീട്ടിൽ തന്നെ ഇരുന്നാണല്ലോ പഠിച്ചത്. അപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് സ്കൂളിൽ ഇരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് ഏത് രീതിയിൽ കൈകാര്യം? നമുക്ക് 2-3 കാര്യങ്ങളിലുണ്ട്. അപ്പം അതൊരു നമുക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണെന്നോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണെന്നോ നമുക്കതൊരു ഡയഗ്നോസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും ഓർക്കണം, ഒരു ബിഹേവിയർ ഹാബിച്വേറ്റഡ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് തുടർച്ചയായിട്ട് ചെയ്യുന്നു, ആ ചെയ്ത കാര്യം നല്ലതാണ് എങ്കിൽ പിന്നെയും ചെയ്യാനുള്ളൊരു പ്രൊമോഷൻ കിട്ടുന്നു,
അതാണ് പിന്നെ ശീലമായിട്ട് ഹാബിറ്റുവേറ്റഡ് ആയിട്ട് പോകുന്നത്. അത് നമ്മുടെ ബിഹേവിയർ ആയിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ കൊറോണ കാലത്ത് സംഭവിച്ചത് നമുക്കൊരു സിറ്റിംഗ് ടോളറൻസ് കുഞ്ഞുങ്ങൾക്കില്ല. അതായത് ഒരു സ്കൂളിൻ്റെ എൻവോൾവ്മെൻറ്റിൽ, സ്കൂളിൻ്റെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ടീച്ചറിൻ്റെ മുൻപിൽ എങ്ങനെ ഇരിക്കണം, ടീച്ചറിനെ എങ്ങനെ വിഷ് ചെയ്യണം, മറ്റുള്ള കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എവിടെ കൊടുക്കണം എന്നുള്ളൊരു കാര്യത്തിന് ഇവർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 3ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഇത് പ്രകടിതമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ബിഹേവിയർ പ്രോബ്ലംസും പെരുമാറ്റ വൈകല്യങ്ങളും അതുപോലെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. അപ്പം അവർ ട്രെയിൻഡ് അല്ല. അപ്പം നമുക്ക് അവിടെ ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് മാറ്റി നിർത്തുന്നതിനേക്കാൾ കൂടുതൽ അതിനുള്ള ട്രെയിനിങ്, അവർക്കത് ചെയ്യാനുള്ള തലം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുകയാണ് അവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് ടോളറേറ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. സാധാരണ ടീച്ചേഴ്സ് ഒരു 10-40 കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരാൾ ഓടുന്നു, അടുത്ത ആൾ പുസ്തകം എടുത്ത് എറിയുന്നു, അടുത്ത ആൾ പെൻസിൽ എടുക്കുന്നു. അപ്പോൾ ടീച്ചേഴ്സിന് ഈ കാര്യം മനസ്സിലുണ്ടെങ്കിൽ കൂടെ നമ്മൾ പ്രാക്ടിക്കലി വരുമ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നല്ലോ. അപ്പോൾ പേരൻസ് അത് പേരൻസിനോട് നമ്മൾ പറയുമ്പോൾ ടീച്ചറും പേരന്റും കൂടെ ഒരുമിച്ച്, കാരണം പേരൻസിനോട് പറയുമ്പോൾ ചില സമയത്ത് അവർ പറയാ അത് മെല്ലെ മെല്ലെ മാറിക്കോളും മിസ്സേ, ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അത് ആയിക്കോളും മെച്ചർ. പക്ഷെ നമുക്കതല്ല, നമുക്ക് ഈ ഒരു കാലഘട്ടം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടുപേരും കൂടെയുള്ള ഒരു യൂണിഫൈഡ് ആക്ഷനെ അതിനൊരു റെമഡി ഉള്ളൂ. അത് ശരിയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ ടീച്ചേഴ്സ് പറയുമ്പം അതിനെ ഭയങ്കര സിംപ്ലിഫൈ ചെയ്യും. ഓ മിസ്സേ, അത് മിസ്സിന്റെ ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ, മറ്റേ മിസ്സിന്റെ ക്ലാസ്സിൽ അതൊന്നും പറയുന്നില്ലല്ലോ, മറ്റേ മിസ് പേടിച്ചിട്ടായിരിക്കും പറയാത്തത്. അപ്പൊ ഇങ്ങനെ രീതിയിലേക്ക് മാറിപ്പോകുമ്പോഴത്തേക്കും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേണ്ട കറക്ഷനാണ് അവിടെ നടക്കാതെ. ടീച്ചേഴ്സും പേരൻസും കുട്ടികളെ പേടിച്ച്, അതായത് കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണിത്. അപ്പൊ എന്ത് ചെയ്താൽ പോലും ടീച്ചർക്കെതിരായി കുട്ടി വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെതിരായിട്ട് പേരൻസ് വിളിച്ച് ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ കുട്ടി എന്ന് പറയുന്നത് ഒരു രാജാവാണ്. കുട്ടിക്ക് ഒരു കൊടുക്കേണ്ട ഒരു ശിക്ഷ, ചിലപ്പോൾ ഒരു അടി കൊടുത്താൽ മാറുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് അത് കൊടുത്ത് മാറ്റാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നവും നമ്മൾ കറക്റ്റാണ്. ഒരു കുട്ടി ഒരു ദിവസം ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത്രയും നാൾ ഇവിടെ ഞാൻ അടിമയെ പോലെ ജീവിച്ചു, ഇനി എന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷനിലെ നമ്പർ വരെ തന്നാണ് എന്നെ വിട്ടിരിക്കുന്നത്, ഞാൻ വിളിക്കും. അപ്പോൾ നിയമങ്ങൾ കുട്ടികളുടെ ആ ഒരു പരിരക്ഷയ്ക്കാണെങ്കിലും പലപ്പോഴും ഇന്ന് അത് ദുസ്സൂചകമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കുട്ടികളുടെ അവർക്ക് നിയമം എന്താണെന്നറിയാം, പക്ഷേ നിയമം എന്തിനു വേണ്ടിയിട്ടാണ്, എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാതെ. കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് തന്നെ അമ്മയച്ഛനും വഴക്ക് കൂടുകയാണ്. അപ്പോൾ കുട്ടികൾ പുറത്തുനിന്ന് വന്ന കുട്ടികളായിരുന്നു. 1098 വിളിച്ചു. പോലീസ് സ്പോട്ടിലെത്തി അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അവർ പറയും ഇങ്ങനെയാണ് അമേരിക്കയിൽ, അപ്പോൾ കേരളത്തിൽ വഴക്ക് കൂടി എങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ഇവിടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ടല്ലോ എന്ന്. അല്ല, ഇതിപ്പോൾ സ്കൂളിലാണെങ്കിലും ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് മ്യൂസിക്കാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തെറ്റ് വരുമ്പോൾ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയാൽ പോലും പിറ്റേ ദിവസം കോള് വരും, എൻ്റെ മോളെ എന്തിനാണ് നോക്കിയത്, അല്ലെങ്കിൽ എൻ്റെ മോളെ മാറ്റി നിർത്തിയത് എന്തിനാണ്, അവളെ എന്തുകൊണ്ടാണ് ആ പരിപാടിക്ക് പങ്കെടുപ്പിക്കാത്തത്, അങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനും നമ്മുടെ പ്രേക്ഷകരോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതൊരു കുടുംബത്തിൻ്റെതാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിൻ്റെ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെതാണ്. ഇതുപോലെ കുഞ്ഞുങ്ങളോടൊപ്പം വളരുന്ന ഒരു മാതാപിതാക്കളുടെ തലമുറയും ഇന്ന് നമുക്ക് ആവശ്യമാണ്. കാര്യങ്ങളെക്കുറിച്ച് അറിയണം, സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അറിയണം, കുഞ്ഞുങ്ങളുടെ മാനസികമായ വളർച്ചയുടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അപ്പം ഒരു എല്ലാ തലത്തിലുമുള്ള ഒരു അവബോധം നമുക്ക് നല്ലൊരു ഭാവിയെ സൃഷ്ടിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അതിന് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. മാതാപിതാക്കളും കുട്ടികളും അവരുടെ മാനസിക ആരോഗ്യവും എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് എല്ലാവർക്കും പ്രയോജനകരമാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഒത്തിരി നന്ദി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.